അമലാപോളിൻ്റെ ഡ്രസ്സ് അതൊക്കെയാണ് എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കാത്ത യൂട്യൂബേഴ്സ് വരെ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ആക്ച്വലി ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത്. പലരും പറയുന്നുണ്ട് അവർ കോളേജിൽ വരേണ്ടിയിരുന്ന അങ്ങനെ ആയിരുന്നില്ലെന്നാണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. നമ്മളെല്ലാവരും ഇപ്പോൾ അർജുൻ്റെ വാർത്തകളുടെ പുറകെയാണ്. അപ്പോൾ അത് എന്താവും അറിയാനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് എല്ലാവരും. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വാർത്ത കണ്ടിരുന്നു. അപ്പോൾ അത് എനിക്കത്ര സംസാരിക്കേണ്ട ടോപ്പിക്കായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചർച്ച ചെയ്ത വിഷയം മറ്റൊന്നുമല്ല, അമലാപോളിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ച് തന്നെയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ അമലാപോളിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് പല യൂട്യൂബേഴ്സും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ യൂട്യൂബിൽ ഇതുപോലത്തെ വാർത്തകൾ കണ്ടതിനെ തുടർന്ന് അമലാപോൾ കോളേജിൽ വരുന്നതിൻ്റെയും അതുപോലെ തന്നെ കോളേജിൽ സംസാരിക്കുന്നതിൻ്റെയൊക്കെ എന്തോ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. എനിക്കതിനകത്തൊന്നും യാതൊരു പ്രശ്നവും തോന്നിയില്ലായിരുന്നു. അവർ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സിൽ വന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് പരിപാടിയൊക്കെ അവതരിപ്പിച്ച് പോകുന്നു. എനിക്ക് അത്രയാണ് അതിൽ നിന്ന് ഫീൽ ചെയ്തത്. അതിനകത്ത് മോശമായിട്ടുള്ളത് വൾഗറായിട്ടുള്ളതുള്ള ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചില്ല. കോളേജിൽ വരാൻ പറ്റാത്ത രീതികളൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. അമലാപോൾ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ എത്തിയത് ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ കോളേജിൽ ഒരു ടീച്ചിങ് സ്റ്റാഫായിട്ടോ ഒന്നുമല്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ല ഡ്രസ് കോഡൊക്കെ ഉപയോഗിക്കാം. അവരൊരു സെലിബ്രിറ്റിയാണ്. എന്നെ സംബന്ധിച്ച് അവരൊരു സെലിബ്രിറ്റിയാണ്. അവരാണ് ഓരോ ഫാഷൻ ട്രെൻഡുകളും ഓരോ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവരിലൂടെയാണ് നമ്മൾ വസ്ത്രവിധാനത്തിൻ്റെ വേറെ കാഴ്ചകളെല്ലാം നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ അതുപോലുമില്ല, വളരെ സാധാരണമായിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് അവർ ധരിച്ചിരുന്നത്. അവരവിടെ കോളേജിൽ വന്നു, വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ വന്നതിനകത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് കണ്ട വീഡിയോ കണ്ടിട്ട് ഈ അഭിപ്രായം പറയുന്നവരൊക്കെ അവരുടെ ഡ്രസ്സിൻ്റെ ഇറക്കം കുറഞ്ഞോ, അല്ലെങ്കിൽ തുണിയുടെ സൈസ് കുറഞ്ഞോ, അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ സൈസ് കൂടിയോ കുറഞ്ഞോ, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അതിൻ്റെ പുറകെയാണ് ഇതുപോലുള്ള ആൾക്കാരെല്ലാവരും നടക്കുന്നത്. ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നവരൊക്കെ ധരിക്കുന്ന സാധാരണ വസ്ത്രങ്ങൾ തന്നെയാണ് അവരും ധരിച്ചിരുന്നത്. നമ്മളെല്ലാവരും പല കാര്യത്തിലും ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നിട്ട് 2024 ആയിട്ട് നമ്മൾ ഇപ്പോഴും അമലാപോളിൻ്റെ ഡ്രസ്സിൻ്റെ പുറകെയാണ്. അമലാപോൾ ഇപ്പോൾ കോളേജിൻ്റെ റൂൾസ് പ്രകാരം നിൽക്കുന്ന ഒരാളായിരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ ഉദ്ദേശിക്കുന്ന യൂണിഫോമോ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് വരണമായിരുന്നു. മറിച്ച് അമലാപോൾ അവിടെ വന്നത് ഒരു സെലിബ്രിറ്റി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണെന്നുള്ളത് പോർട്രേ ചെയ്യാൻ പാകത്തിനുള്ളൊരു രീതിയിലാണ് അവർ വരാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അമലാപോൾ തീർച്ചയായിട്ടും ഒരു കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് വന്നത്. നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ പറയാറുണ്ട്, ബി യുവർ സെൽഫ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ. അപ്പോൾ അവർ എന്താണോ അവർ ആ രീതിയിൽ തന്നെയാണ് അവിടെ വന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഇതുപോലത്തെ ഒരു കാര്യം വരുമ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പോകുന്ന രീതിയിലോ, അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, അമലാപോൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവരുടെ അഭിപ്രായത്തിൽ അമലാപോൾ ആ കോളേജിൽ അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ച് ചെല്ലാൻ പാടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു രണ്ട് വെള്ളത്തിലും കാല് വെക്കുന്ന ഒരു നൈസ് പരിപാടിയാണ്. അവരവരുടെ വസ്ത്രം ധരിക്കും. അപ്പോൾ അത് നമ്മളതിനകത്ത് കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അമലാപോളിൻ്റെ ഡ്രസ്സിങ്ങാണ് നമ്മുടെ സംസാര വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം അമലാപോളിൻ്റെ വസ്ത്രധാരണത്തിൽ യാതൊരുവിധ വൾഗാരിറ്റിയോ യാതൊരുവിധ പ്രശ്നമോ തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കൊന്നും എടുത്ത് സംസാരിക്കാതിരുന്നത്. നമ്മളിപ്പോഴും എന്തിനാണ് ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പൂർണ്ണമായിട്ട് ശരിയായിട്ട് നടന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നവരാണെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നോർത്തൊക്കെ വിദേശ രാജ്യത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ വസ്ത്രധാരണ രീതി അവർക്ക് ഒക്കെ ആയിരിക്കില്ലല്ലോ. വിദേശ രാജ്യങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വസ്ത്രധാരണ രീതി, കേരളത്തിലെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നത് വളരെ മോശമായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളിതിനകത്ത് അഭിമാനിക്കുന്നുണ്ട്. ഓണത്തിന് മുണ്ടൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങില്ലേ. പക്ഷെ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അത് മോശമായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ സമ്മതിച്ചു കൊടുക്കും നമ്മുടെ മുണ്ടെടുക്കുന്ന രീതി മോശമാണെന്നുള്ളത്? ഇല്ലല്ലോ. നമ്മുടെ കംഫർട്ടാണ്. നമ്മൾ മുണ്ടെടുത്ത് നടക്കുന്നുണ്ട്, നമ്മളത് മോശമായിട്ട് ഉപയോഗിക്കുന്നില്ലാത്തിടത്തോളം കാലം അത് നമ്മുടെ മാന്യമായ വസ്ത്രം തന്നെയാണ്. ഈ ഒരു അമലാപോളിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കുറേ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർ ഇങ്ങനെയൊക്കെ നടക്കാവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രശ്നം, അവരെല്ലാം മോശക്കാർ. എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മളൊരു കാര്യം ധരിച്ചു വെക്കുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് ആരും പോകാൻ പാടില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ഒന്നും ശരിയല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ജീവിക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു കാര്യമാണ്. ആളുകൾ എന്തൊക്കെയോ കോളേജിൽ ഇന്ന പോലത്തെ വസ്ത്രമായിട്ട് വരണം, അല്ലെങ്കിൽ അമലാപോളിൽ നിന്ന് ഇന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അമലാപോളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അമലാപോളിൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത്, അവരുടെ ഇഷ്ടമുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നടക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ടെംപ്ലേറ്റ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ നടക്കുക. ബാക്കിയുള്ളവരും അതുപോലെ നടക്കണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നിയമസംഹിത അനുശാസിക്കാത്ത എന്തെങ്കിലും കാര്യം ചെയ്യണം. അങ്ങനെയുള്ള ഒരു വസ്ത്രധാരണ രീതിയോ
അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതിന് വേണ്ടിയുള്ള നടപടിയൊക്കെ എടുക്കായിരിക്കും. അല്ലാത്തിടത്തോളം ഒരു ഇൻഡിവിജ്വൽ അവരുടെ ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ച് നടക്കുന്നതിൽ അവരെ വെറുതെ വിട്ടേക്കുക. ഇതുവരെ അമല പോളിൻ്റെ വസ്ത്രധാരണ രീതി പ്രശ്നമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വസ്ത്രധാരണ രീതി നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ചിലർക്ക് ആ ഒരു വസ്ത്രധാരണ രീതി കണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത്. അത് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബുദ്ധിമുട്ട് ലെവലിലാണ്. നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് ലെവൽ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനിയെങ്കിലും മുന്നോട്ടുള്ള കാലത്ത് നമ്മളെല്ലാവരും ഈ ഡ്രസ്സിൻ്റെ തുമ്പത്ത് പിടിച്ചിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും. ഈ ഒരു വസ്ത്രധാരണ രീതി പലർക്കും ഇഷ്ടപ്പെട്ടില്ല, പലർക്കും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളവരൊന്നും അഡ്രസ്സ് ചെയ്യാൻ പോലും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചിന്താഗതി അത്രയും സങ്കുചിതമാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടെംപ്ലേറ്റിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ തെറ്റായിട്ട് തോന്നും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള നാളുകളിൽ മറ്റുള്ളവരുടെ വസ്ത്രത്തിൻ്റെ നീളവും ഇറക്കവും കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെയും മറ്റുള്ളവരുടെ വസ്ത്രത്തിൻ്റെ തുമ്പ് പിടിച്ച് പോകാതെയും മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ തിരുത്താൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണ രീതി അല്ലെങ്കിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടത്തുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബൗണ്ടറികളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ചെറിയ സ്ഥലത്ത് നിന്നിട്ട് നമ്മളെല്ലാത്തിനെയും കാണുമ്പോൾ അതെല്ലാം തെറ്റായിട്ട് തോന്നും. നമ്മൾ തെറ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കാര്യമൊന്നും ഇവിടെ നടക്കണമില്ല. യൂട്യൂബേഴ്സ് ഒരു പക്ഷേ ഇതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്ത് അതിനകത്ത് മോണിറ്റൈസേഷൻ പരിപാടികളിലേക്കൊക്കെ പോയിരിക്കും. അല്ലാത്ത ആളുകൾ വന്ന് കമൻറ്റ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കുക, നമുക്കിതിനകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ? നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ചുറ്റുപാടിൽ നമ്മളെന്തെങ്കിലും അപ്ഡേറ്റുകൾ നടത്താനുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നെല്ലാം ചിന്തിച്ച് നമ്മൾ സ്വയം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള നാളുകളിലെങ്കിലും നമ്മൾ ഈ അമല പോളിൻ്റെ ഒന്നും ഡ്രസ്സിൻ്റെ പുറകെ പോകാതെ നോക്കുക. അതിൻ്റെ ഒന്നും പുറകെ പോയി കളയേണ്ടതല്ല നമ്മുടെ സമയം. അമല പോൾ എങ്ങനെയാണോ അങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. അവർ നമുക്ക് യാതൊരു വിധത്തിലുള്ള ദ്രോഹമോ ബുദ്ധിമുട്ടോ ഒന്നും തന്നിട്ടില്ല. പുറത്തുനിന്നുള്ള മറ്റൊരു വ്യക്തി അതെല്ലാം തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അമല പോൾ അങ്ങനെ മോശമാണെന്ന് കണ്ടുപിടിച്ച് ആ ഒരു കാര്യത്തിൻ്റെ പുറകെ പോവുകയാണ് ചെയ്തത്. അവരാ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറയുന്നത് ബി യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും. നമ്മളപ്പോൾ എങ്ങനെയുള്ള വ്യക്തിയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് അവിടെ വന്നിട്ട് പോയത്. നമ്മളതിനങ്ങനെ കാണേണ്ട കാര്യമുള്ളൂ. അങ്ങനെയുള്ളൊരു ആ വ്യക്തിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി അധികം സംസാരിക്കാനൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞത് തന്നെ കൂടുതലാണ്. ഇനിയെങ്കിലും നമ്മൾ ഈ മറ്റുള്ളവരുടെ വസ്ത്രധാരണം എന്ന് പറയുന്ന ടോപ്പിക്കൊന്ന് വിട്ടുപിടിക്കുക. കഴിയുമെങ്കിൽ അവനോടൊന്ന് അപ്ഡേറ്റ് ആവാൻ നോക്കുക. ഈ അപ്ഡേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. നമ്മളൊരു വ്യക്തി എന്ന രീതിയിൽ മറ്റുള്ളവരെ എങ്ങനെ നോക്കിക്കാണണം, എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയാട്ടോ പറയുന്നത്. ആ ഒരു കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ അവരുടെ വസ്ത്രത്തിൻ്റെ പുറകെ പോയി തീർക്കേണ്ടതല്ല നമ്മുടെ ലൈഫ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ പിന്നീട് കാണാം. താങ്ക്